കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ നടപ്പാക്കിയ വികസന പദ്ധതികൾ നിരവധിയാണ്. കാർഷിക മേഖലയായ ഇവിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം, റോഡ്, കുടിവെള്ള വിതരണം തുടങ്ങിയ മേഖലകൾക്കായാണ് പ്രധാനമായും കിഫ്ബി ഫണ്ട് പ്രയോജനകരമായത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിനും സാധിച്ചത് കിഫ്ബിയിലൂടെയാണ്. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം പ്രധാനമായും റബ്ബർ കർഷകരുടെ നാടാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ സംവിധാനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളുടെയും പ്രധാന ആശ്രയം. ഇവിടെയും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും വിദ്യാലയ സമുച്ചയങ്ങളും റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതി തുടങ്ങിയവയും ഒരുക്കുന്നതിന് കിഫ്ബി വലിയ പങ്ക് വഹിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ പ്രയോജനം കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന മേഖലയിലെ വികസനങ്ങൾ, കായിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അങ്ങനെ സർവാശ്ലേഷിയായ വികസന പരിപ്രേക്ഷ്യത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ തുടക്കം കുറിക്കാനും പൂർത്തീകരിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയാണ്. മുണ്ടക്കയം, എരുമേലി തുടങ്ങിയ മലയോര മേഖലകളിൽ നിന്നടക്കം ദിവസേന ആയിരക്കണക്കിന് ആളുകളെത്തുന്ന ഈ ആതുരാലയത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ ഒരു കാത്തലാബ് യാഥാർത്ഥ്യമായത് കിഫ്ബി ധനസഹായത്തോടെയാണ്. ഇതോടെ കാഞ്ഞിരപ്പള്ളിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെത്താതെ തന്നെ ഹൃദയ സംബന്ധമായ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന സാഹചര്യമാണ് ഒരുങ്ങിയത്. 10.36 കോടി രൂപ ചെലവിലാണ് കാത്തലാബ് സജ്ജീകരിച്ചത്. ശബരിമല തീർത്ഥാടകർക്കും കാത്തലാബിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ കാത്തലാബുകൾ ആരംഭിക്കാൻ കിഫ്ബി മുഖേന ആരംഭിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ 13 ജില്ലകളുടെ ആസ്ഥാനത്താണ്, ജില്ലാ ആസ്ഥാനത്ത് നിർമ്മിച്ചപ്പോൾ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഈ മലയോര ഗ്രാമത്തിലാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി പണം അനുവദിച്ചത്. അങ്ങനെ ഇന്ന് കാഞ്ഞിരപ്പള്ളി ആശുപത്രി ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് 3000-ഓളം ആളുകൾ ഇന്ന് അവിടെ ചികിത്സ നേടി ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മടങ്ങി വരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷത്തോടെ ഞാൻ പങ്കുവെക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ പ്രധാനമായും 3 സ്കൂളുകൾക്കാണ് കെട്ടിട നിർമ്മാണത്തിനായി കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത്. ചിറക്കടവ് പഞ്ചായത്തിലെ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 6.8 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത്. അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയതോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സാഹചര്യമാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായത്. 100-ൽ പരം വർഷങ്ങളുടെ ചരിത്രമുള്ള നെടുങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1.10 കോടി രൂപ ചെലവിലും താഴ്ത്തുവടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിലും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചതും കിഫ്ബിയിലൂടെ സാധ്യമായ വികസന നേട്ടമാണ്. 2-3 സ്കൂളുകൾ എടുത്തു പറയേണ്ടത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. അതിലൊന്ന് പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് 6,80,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം, വർഷങ്ങൾ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് സ്വന്തമായ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കിഫ്ബിയുടെ സഹായത്തോടുകൂടി പൂർത്തീകരിച്ചിരുന്നത് വളരെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുകയാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ നെടുങ്കുന്നം ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഭാഗത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള 100-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് ഹയർ സെക്കൻഡറി ബ്ലോക്കിന് വേണ്ടി 1,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പുതിയ ബ്ലോക്ക് നമ്മൾ പൂർത്തീകരിച്ചു. അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. താഴത്തുവടകര മണിമലയാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള സ്കൂളാണ്. ഈ സ്കൂളിന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപയുടെ മറ്റൊരു കെട്ടിടം കൂടി നമ്മൾ പൂർത്തീകരിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തെ ഓർക്കുകയാണ്. കായിക രംഗത്ത് കുതിപ്പേകാനായി ചിറക്കടവ് പഞ്ചായത്തിലെ കുന്നംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റേഡിയവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുങ്ങുകയാണ്.
ഇതിനായി കിഫ്ബിയിൽ നിന്നും 30 കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 5ാമത്തെ സ്പോർട്സ് സ്കൂളായി മാറുന്നതിനോട് അനുബന്ധമായാണ് ഈ സ്കൂളിൽ കായിക രംഗത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അനുവാദത്തോടെ കിഫി മുഖേന അടിസ്ഥാന സൗകര്യ മേഖല, കായിക മേഖല വികസിപ്പിച്ചുകൊണ്ട് ചെറക്കടവ് പഞ്ചായത്തിൽപ്പെട്ട കുന്നുംഭാഗം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 5 ഏക്കർ വരുന്ന സ്ഥലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 30 കോടി രൂപയോളം ചിലവഴിച്ച് പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഉണർവ് ഊർജ്ജവും പകരാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറാൻ പോകുന്ന പദ്ധതിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, കുട്ടിക്കാനം, തേക്കടി, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കോട്ടയത്തേക്ക് എത്തുന്നവർക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്ന കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ്. പലപ്പോഴും പല കാരണങ്ങളാൽ പദ്ധതിക്ക് തടസ്സം നേരിട്ടെങ്കിലും വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതോടെ അടുത്ത 7 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 79.86 കോടി രൂപയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനായി കിഫ്ബി വകയിരുത്തിയിട്ടുള്ളത്. കിഫിയുമായി നടപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. 78 കോടി രൂപ ചെലവഴിച്ചാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഗതാഗതക്കുരുക്കിന് വേണ്ടിയുള്ള പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ചില സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് കരാറുകാരൻ ആ പ്രവൃത്തി കൃത്യമായി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അയാളെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ടെൻഡർ നടപടികൾ സ്വീകരിച്ച് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് 6-7 മാസത്തിനുള്ളിൽ അതും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 79.86 കോടി രൂപയാണ് അതിനാകെയുള്ള നിർമ്മാണ ചെലവിന് വേണ്ടി കിഫിയിൽ നിന്ന് അനുവദിച്ചത്. കിഫ്ബി ഫണ്ടായ 36 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പത്തനാട് ഇടേരിക്കപ്പുഴ റോഡ് നവീകരണവും പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. BM&BC നിലവാരത്തിലാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയെ അടയാളപ്പെടുത്തുന്ന വൻകിട പദ്ധതികളാണ് കടന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പൂർത്തീകരിച്ച ഏതാണ്ട് 99% പൂർത്തീകരിച്ച പത്തനാട് ഇടേരിക്കപ്പുഴ റോഡാണ്. 36 കോടി രൂപ ചെലവഴിച്ച് കിഫിയുടെ ധനസഹായത്തോടെ പൂർത്തീകരിക്കുന്ന ഈ റോഡ് ഏതാണ്ട് 1 മാസത്തിലുള്ള നിർമ്മാണം പൂർത്തീകരിക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നിയോജകമണ്ഡലത്തിൽ നടന്നുവരുമ്പോഴും കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ് പഞ്ചായത്തുകൾക്ക് പ്രയോജനകരമാകുന്ന കരിമ്പുകായം കുടിവെള്ള പദ്ധതിക്കായി 69 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത്. ബൃഹത്തായ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഓവർഹെഡ് ടാങ്ക്, വിശാലമായ വിതരണ ശൃംഖല എന്നിവയും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ് പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ കിഫി മുഖേന 69 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജലജീവൻ മിഷൻ മുഖേനയുള്ള പദ്ധതി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിലവിലുള്ള കപ്പാസിറ്റി കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂർത്തീകരിക്കുന്നതോടെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എല്ലാ പ്രദേശത്തും ട്രീറ്റ് ചെയ്ത വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിമലയാറിന്റെ തീരത്തുകൂടി ആവിഷ്കരിച്ചിരിക്കുന്ന കർഷക സൗഹൃദ ലിങ്ക് റോഡ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടോടെ നടപ്പാക്കുന്ന ഏറ്റവും ചെലവേറിയ പദ്ധതികളിലൊന്നാണ്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും ആരംഭിച്ച് കുളത്തൂർമൂഴിയിലെത്തുന്ന 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിനായി 88 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട പാതയായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ. 88 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കർഷക സൗഹൃദ ലിങ്ക് റോഡ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ആരംഭിച്ച് കുളത്തൂർമൂഴിയിലെത്തുന്ന 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏകദേശം ഏതാണ്ട് 70% മണിമലയാറിൻ്റെ തീരത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ആ റോഡ് പൂർത്തീകരിക്കുമ്പോൾ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള റോഡായി മാറും. അതിന് കിഫിയുടെ ധനസഹായം കിട്ടിയിരിക്കുന്നത് 86 കോടി രൂപയാണ്. സാംസ്കാരിക രംഗത്ത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്നതാണ് പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ പേരിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രം. കങ്ങഴയിൽ 6.25 കോടി രൂപ ചെലവിൽ 5 ഏക്കർ ഭൂമി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയിരുന്നു. ഇവിടെ സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നതിന് 25 കോടി രൂപ കൂടി കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. കൺവെൻഷൻ സെന്റർ, പഠന കേന്ദ്രം, സാംസ്കാരിക സംഗമങ്ങൾക്കുള്ള സൗകര്യം, ആംഫി തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ കിഫി മുഖേനയുള്ള ഈ പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്
കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ കങ്ങഴ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ്. 6.25 കോടി രൂപ ചെലവഴിച്ച് അവിടെ നമ്മൾ 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അതിന് കിഫിയുടെ ഫണ്ടാണ്. അതിനുശേഷം 25 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് വാസ്തുശില്പകലയിൽ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള അതിമനോഹരമായ നമ്മുടെ സാംസ്കാരിക കേന്ദ്രം ലളിതാംബിക അന്തർജനം എന്ന മികച്ച എഴുത്തുകാരിയുടെ പേരിൽ അറിയപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാന ബജറ്റിലൂടെയോ MP MLA ഫണ്ടുകൾ, ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ എന്നിവ കൊണ്ടോ സാധ്യമാക്കാൻ കഴിയാതിരുന്ന നിരവധി പദ്ധതികളാണ് കിഫ്ബിയിലൂടെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബിയിലൂടെ നാടിന്റെ മുഖഛായ തന്നെ മാറ്റിയ വികസനമാണ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും കാണാൻ കഴിയുക. അമൃത ന്യൂസ്, കോട്ടയം.